നമ്മളൊരു ചെറിയ ഈവനിങ് വ്ളോഗ് കണ്ടാലോ? സമയം ഏകദേശം ഒരു 3-3:30, ഒരു നല്ല വൈകുന്നേരം. വീട്ടിൽ നല്ല തണുത്ത വെതറിൽ മടി പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് മോള് പൂളിൽ പോകണമെന്ന് പറഞ്ഞു. ധ്യാൻ എൻറോൾമെൻ്റ് എന്ന പണിയാണ്. അവർ കുളിക്കാൻ പോകുന്നത് കണ്ടപ്പോൾ ആൾക്ക് ഇപ്പം തന്നെ പൂളിൽ പോകണമെന്നായി. പിന്നെ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണമല്ലോ. സിദ്ദിഖ് പറഞ്ഞ പോലെ വലുതായ ചിലപ്പോൾ അവർക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ശരിയാട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെയുള്ള പൂളിൽ ഐറ്റംസ്, ഡ്രസ്സ് ഒക്കെ പെറുക്കിയെടുത്ത് ഒരു കവറിലിട്ട് വണ്ടി വിട്ടു. പുറത്ത് ടെമ്പറേച്ചർ നല്ല തണുപ്പാണെങ്കിലും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ നല്ല ചൂടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുളിക്കാൻ നല്ല സുഖമാണ്. എനിക്കിങ്ങനെ തണുത്ത് വിറച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മോളെ നോക്കി എപ്പോഴും അന്തം വിട്ട് നോക്കി നിൽക്കും. എന്തായാലും ഇവർക്കൊന്നും തണുക്കാത്തേ. അതുകൊണ്ട് തന്നെ നല്ല സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് അടിക്കുന്നൊരു സീറ്റ് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കുറച്ച് നേരം ഞാനവിടെ വെയിറ്റ് ചെയ്തു. കൂലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഡോറ് തുറക്കാൻ നേരമില്ല, അപ്പം തുടങ്ങി വിശപ്പ്. സ്വാഭാവികം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ വന്നത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. എൻ്റെ ഉമ്മ പണ്ടുണ്ടാക്കി തന്നിനതാണ്. എനിക്കും എൻ്റെ അനിയനൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. റവപ്പം എന്നാണ് ഞാനിട്ട പേര്. ശരിക്കും ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിഞ്ഞൂടാ. അതിലേക്ക് 2 എഗ്ഗും ഒരു 1/4 കപ്പ് പഞ്ചസാരയും ഒരു 1/2 കപ്പ് റവയും, അത്രയേ ഉള്ളൂ. ഇത് 3ഉം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്നെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. എനിക്കിത് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ താല്പര്യം വളരെ കുറച്ച് നെയ്യിൽ ഇത് ഉണ്ണിയപ്പ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാനാട്ടോ. സംഭവം അതിലാണ് കുറച്ചും കൂടി ഈസിയും കാണാനും കുറച്ചുകൂടി എളുപ്പം, കുറച്ച് ഓയിലി അല്ലാണ്ടാവുകയും ചെയ്യും. സാധാരണ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് എടുത്ത് അങ്ങോട്ട് എഗ്ഗിൽ മുക്കി പൊരിക്കലാണ് പണി. അപ്പോൾ അത് വേണ്ടാന്ന് ആദ്യം മോള് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ഓപ്ഷനെ അവിടെ വെച്ചില്ല. അപ്പം നമുക്ക് ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ചെറുതായിട്ട് നല്ല ദേശി ഗീ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണ് മതി. 1 സ്പൂണ് തന്നെ എല്ലാത്തിലും ഇട്ട് എല്ലാ ഹോൾസെല്ലല്ലേ എല്ലാ കപ്പുകളും ഇങ്ങനെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ബാറ്റർ ചെറുതായിട്ടിങ്ങനെ ഇട്ട് കൊടുക്കുക. നിറയെ ഇട്ട് കൊടുക്കണ്ട. അതിനേക്കാൾ നല്ലത് കുറച്ച് ഒരു 1/4 ഭാഗമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് ഏകദേശം ഒരു സൈഡൊക്കെ ഒന്ന് ഹാർഡനായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം ഓരോന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൽ ആദ്യം ഏതായിരുന്നു ഒഴിച്ചത് എന്നുള്ളൊരു ഓർമ്മ വേണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മറിച്ചിടുമ്പോഴേക്കും ആൾ കരിഞ്ഞു പോയിട്ടുണ്ടാവും. കാരണം എഗ്ഗാണല്ലോ മെയിനായിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ, നമ്മളെ സാധനം റെഡിയായി. ഇതിപ്പോൾ ഏത് മടിയന്മാർക്കും ഉണ്ടാക്കാം. ഞാൻ കുറച്ചൊരു മടിയുള്ള ആളാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. സംഭവം ചെറിയ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് അസ്തറ്റിക് ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് അവിടെയും ഇവിടെയും കിടന്ന കുറച്ച് വള്ളികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ ഒരു രസമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് എടുക്കുന്നത് കണ്ടപ്പോൾ നിൽക്കുന്ന ഓവറാക്കൽ പ്രകടനമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.